കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്ക്, ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ ഫിനാൻഷ്യൽ സ്ഥാപനം ഏതാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ, കേരള ബാങ്ക് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് പ്രധാനമായിട്ടും കേരള ബാങ്കിനെ കുറിച്ചാണ്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് എന്നറിയപ്പെടുന്ന കേരള ബാങ്ക് അല്ലേ. ഇതിപ്പോൾ നിങ്ങളെല്ലാവരും അത്തരത്തിലുള്ള കേരള ബാങ്കിലെ ക്ലർക്കിലേക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കേരള ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. കേരള ബാങ്ക് അല്ലേ. അപ്പോൾ നമുക്കറിയാം കേരള ബാങ്ക് എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അജണ്ടയായിരുന്നു. അത് 2019 നവംബർ മാസം 29 അല്ലേ, കേരളത്തിന് വേണ്ടി സ്വന്തമായി ഒരു ബാങ്ക് എന്ന് പറയുന്ന കേരളത്തിന്റെ സ്വന്തം ബാങ്കായ കേരള ബാങ്ക് നിലവിൽ വരുന്നു എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് PSC മുൻപേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിന്റെ എല്ലാം ആൻസർ നമ്മുടെ ഈ ക്ലാസ് കഴിയുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. നോക്ക്, ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻ കോപ്പറേറ്റീവ് സെക്ടർ. അപ്പോൾ സഹകരണ മേഖലയിൽ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് അല്ലെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബാങ്കുകളിൽ ഒന്നായ കേരള ബാങ്ക് അല്ലേ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്കാണ് നമ്മുടെ കേരള ബാങ്ക്. അതും നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓൺ ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലേ. ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ടു ആക്ട് ആസ് ബാങ്കേഴ്സ് ബാങ്ക്, ടു ഓർഗനൈസ് ട്രേഡ് ഫെയർസ് ഇൻ ദി സിറ്റീസ്, ടു ഹെൽപ്പ് ഇൻ മൊബിലൈസിംഗ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ടു ക്രിയേറ്റ് ബെറ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. താഴെ പറയുന്നതിൽ ഏതാണ് നമ്മുടെ ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. നോക്ക്, ടു ആക്ട് ആസ് എ ബാങ്കേഴ്സ് ബാങ്ക്, ഒരു ബാങ്കുകളുടെ ബാങ്കായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഉദ്ദേശമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കാര്യം എന്തുകൊണ്ടാണ്? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ബാങ്കുകളുടെ ബാങ്ക് അല്ലേ, ടു ആക്ട് ആസ് ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്ന റിസർവ് ബാങ്കാണ്. അതുപോലെ ട്രേഡ് ഫെയർസ് സിറ്റീസിൽ സംഘടിപ്പിക്കുക. അതുപോലെ മൊബിലൈസ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, എന്ത് ചെയ്യുന്നു, ധനം എന്ത് ചെയ്യുക, മൊബിലൈസ് ചെയ്യുക, അതായത് ധനവിഭവങ്ങളെ മൊബിലൈസ് ചെയ്യുക. അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തമ്മിൽ നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. ഇതിൽ ഉദ്ദേശമല്ലാത്തത് ടു ആക്ട് ആസ് എ ബാങ്കേഴ്സ് ബാങ്ക് എന്നുള്ളതാണ്. ഒരു ബാങ്കുകളുടെ ബാങ്കായിട്ട് ഒരിക്കലും നമുക്ക് കേരള ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ പറയാൻ പറ്റില്ല. അത് റിസർവ് ബാങ്ക് ആണ് എന്നുള്ളതാണ് അല്ലേ. ഇനി അടുത്ത അതേ ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ കൺട്രി. ഇന്ത്യയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് അപ്പെക്സ് സഹകരണ ബാങ്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് കണ്ണുമടച്ച് ഉത്തരം എഴുതാം. അത് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് എന്നുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. കേരള ബാങ്ക് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ബ്രാൻഡ് നെയിം ആണ്. യഥാർത്ഥ പേര് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്. ഇനി അടുത്ത് നോക്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ഒറിജിനലി രജിസ്റ്റേർഡ് അണ്ടർ. ആദ്യമായിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ രജിസ്റ്റർ ചെയ്തത് ഏത് ആക്ട് പ്രകാരമാണ് എന്നുള്ളതാണ് ചോദ്യം. അത് നമുക്കറിയാം, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നായിരുന്നു. ആ ആക്ട് 1914 പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്തത്. 1914 പ്രകാരമാണ് നമ്മൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിൽ നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിൽ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ആണ് രജിസ്റ്റർ ചെയ്തത് നമ്മുടെ കേരള ബാങ്കിന്. അതിന് പിന്നീട് ഒരു ഇവല്യൂഷനിലൂടെ കടന്നുപോയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പോഴത്തെ കേരള ബാങ്ക് ആയതെന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ വിഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, എന്താണ് നമ്മളെ കേരള കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം, അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ടു ബി എ യൂണിവേഴ്സൽ ബാങ്ക് ഇൻ ദി കോപ്പറേറ്റീവ് സ്ട്രക്ചർ വിത്ത് എ വൈഡ് നെറ്റ്വർക്ക് അക്രോസ് ദി സ്റ്റേറ്റ് ആൻഡ് എബ്രോഡ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും അതിന് പുറത്തും അല്ലെ ഒരു വൈഡ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചിലൂടെ നമ്മുടെ സഹകരണ ഘടനയിൽ ഒരു യൂണിവേഴ്സൽ ബാങ്ക് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്
എന്നുള്ളതാണ് കേരള ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ എന്താണ് നമ്മുടെ ഒരു യൂണിവേഴ്സൽ ബാങ്കിൻ്റെ പ്രത്യേകത എന്താണ്? ഒരേ സമയം തന്നെ ഒന്നിലധികം ഫങ്ഷൻസ് ചെയ്യുന്ന ബാങ്കുകൾ, അല്ലേ? ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സൽ ബാങ്കായിട്ട് മാറുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് പറയുന്നത്. അതുപോലെ എന്താണ്? പ്രൊവൈഡിങ് കംപ്ലീറ്റ് റേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ടു ആൾ സെഗ്മെന്റ് ഓഫ് ദി സൊസൈറ്റി അണ്ടർ വൺ റൂഫ് വിത്ത് പ്രൊഫഷണലിസം ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്. അപ്പോൾ എന്താ പറയുന്നത്? പ്രൊവൈഡിങ് കംപ്ലീറ്റ് റേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ സർവീസ്, എല്ലാ ഫിനാൻഷ്യൽ സർവീസും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം കേരള ബാങ്കിലൂടെ. അത് പണക്കാരനോ പാവപ്പെട്ടവരൊന്നോ ഇല്ല, ആൾ സെഗ്മെന്റ് ഓഫ് ദ സൊസൈറ്റി. നമുക്ക് എല്ലാ സമൂഹത്തിലെ എല്ലാ തട്ടുകാരെയും, എല്ലാ മധ്യവർത്തികളെ, നമ്മുടെ മധ്യനിര, നമ്മുടെ സാധാരണക്കാരെ ആയിരുന്നാലും, അതുപോലെ നമ്മുടെ ഫിനാൻഷ്യലി സൗണ്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ആയിരുന്നാലും, നമ്മൾ എല്ലാ സെഗ്മെന്റിനെയും തൊട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ഒരു കുടക്കീഴിൽ അവരെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ബാങ്കിങ് സർവീസുകൾ പൂർണ്ണമായിട്ടും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം വിത്ത് പ്രൊഫഷണലിസം ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്. എങ്ങനെയാണ്? പ്രൊഫഷണലിസത്തോടു കൂടിയും അതുപോലെ തന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടിയും, അല്ലെ? പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്കൊരു വൈദഗ്ധ്യം സൃഷ്ടിച്ച നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരുള്ള ഒരു സംവിധാനം, അല്ലെ? ഒരു പ്രൊഫഷണൽ ടീം അതിനകത്തുണ്ടാവണം. അതുപോലെ എന്താണ്? സോഷ്യൽ കമ്മിറ്റ്മെന്റ്. എന്താണ്? സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ടീമിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ എന്ത് ചെയ്യുക? നമ്മുടെ കേരളത്തിനകത്തും അതുപോലെ കേരളത്തിന് പുറത്തും ഒരു യൂണിവേഴ്സൽ ബാങ്ക് സൃഷ്ടിച്ചെടുക്കുകയും അതിലൂടെ നമ്മുടെ കേരള ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സർവീസസ് നമ്മുടെ കേരളത്തിലെ എല്ലാ കമ്മ്യൂണിറ്റീസിനും, അല്ലേ? നമ്മുടെ അവിടെ പാവപ്പെട്ടവനോ പണക്കാരനെന്നോ ഇല്ലാതെ നമ്മുടെ ഓൾ സെഗ്മെന്റ് ഓഫ് ദ സൊസൈറ്റിക്കും ഈ കേരള ബാങ്കിൻ്റെ സേവനം പ്രയോജനപ്പെടണം എന്നുള്ളതാണ് ഏതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷൻ? കേരള ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷൻ. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം, ദ വിഷൻ ഓഫ് കേരള ബാങ്ക് ഷാൽ ബി എന്ന് ചോദിച്ചിട്ട് ഇത് ഒരു ഓപ്ഷനായിട്ട് തരാം, അല്ലേ? ടു ബി എ യൂണിവേഴ്സൽ ബാങ്ക് ഇൻ ദി കോപ്പറേറ്റീവ് സ്ട്രക്ചർ വിത്ത് എ വൈഡ് നെറ്റ്വർക്ക് അക്രോസ് ദി സ്റ്റേറ്റ് ആൻഡ് എബ്രോഡ് എന്ന് തരാം. അതുപോലെ രണ്ടായിട്ട് എന്ത് തരാം? എന്താണ്? ടു പ്രൊവൈഡ് കംപ്ലീറ്റ് റേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ടു ഓൾ സെഗ്മെന്റ് ഓഫ് ദ സൊസൈറ്റി അണ്ടർ വൺ റൂഫ് എന്ന് തരാം. അതുപോലെ എന്ത് തരാം? ടു എൻഷർ പ്രൊഫഷണലിസം ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് തരാം. എന്നിട്ട് നാലാമത്തെ ഓപ്ഷൻ, ഡി ഓപ്ഷനായിട്ട് ആൾ ഓഫ് ദീസും തരാം എന്നുള്ളതാണ്. അതൊരു ഓപ്ഷൻ മാത്രമാണ്, ഞാൻ പറഞ്ഞതാണ്. എന്നാലും ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിഷൻ എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേരള ബാങ്കിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേരള ബാങ്ക്, അല്ലേ? ഇനി കേരള ബാങ്കിനെ കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. കേരള ബാങ്ക് ഇസ് ദ അപ്പെക്സ് ബാങ്ക് ഫോർ ദി ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ കേരള, അല്ലേ? അപ്പോൾ കേരളത്തിലെ ഷോർട്ട് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ നമുക്കറിയാം എങ്ങനെയാണ്. നമ്മുടെ 2 ടയർ, നേരത്തെ 3 ടയർ ആയിരുന്നു, ഇപ്പോൾ 2 ടയർ ആണ്. അതിൽ ഏറ്റവും ടോപ്പ് ടയറിൽ വരുന്ന ഏതാണ്? നമ്മുടെ കേരള ബാങ്കാണ്, അല്ലേ? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. അതിൻ്റെ ലോവർ ലെവലിൽ അല്ലെങ്കിൽ ബേസ് ലെവലിൽ വരുന്നത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്, അല്ലേ? നേരത്തെ ഇത് 3 ടയർ സ്ട്രക്ചറിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കേരള ബാങ്കിൻ്റെ വരവോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? ഈ DCB, അതായത് ഈ സെൻട്രൽ ലെവലിലുള്ള DCBകളെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്തിലേക്ക് പോയി? 2 ടയർ സ്ട്രക്ചറിലേക്ക് പോയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഷോർട്ട് ടൈം മീഡിയം ടൈം ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും അപ്പെക്സ് ബാങ്ക്. അപ്പെക്സ് ബാങ്ക് അറിയാമല്ലോ, സെക്ഷൻ 2A പറയുന്നത് എന്താണ്? അപ്പെക്സ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉള്ളതും അതുപോലെ അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന മറ്റുള്ള സൊസൈറ്റികളും, അതുപോലെ ആ അപ്പെക്സ് സൊസൈറ്റി രജിസ്ട്രാർ അപ്പെക്സ് സൊസൈറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയും വേണം എന്നുള്ളതാണ് അപ്പെക്സ് സൊസൈറ്റി ഡെഫിനിഷൻ നമ്മൾക്ക് അറിയാം, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ് യഥാർത്ഥത്തിൽ ഏതെന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ സെക്ഷൻ 2KA കേരള ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ സെക്ഷൻ 2KA, അല്ലേ? അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്? ഒരു ബാങ്ക്, ഒരു അപ്പെക്സ് ബാങ്കാണ്. അവരുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയും അതുപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സും ആണ് എന്നുള്ളതാണ്. അതുപോലെ അവരുടെ നോമിനൽ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്നത് ജില്ലാ സഹകരണ ബാങ്കിന്റെ നോമിനൽ അസോസിയേറ്റ് മെമ്പർ ആരായിരുന്നു? അവർ തന്നെയാണ് കേരള ബാങ്കിന്റെ നോമിനൽ അസോസിയേറ്റ് മെമ്പർ എന്നാണ്, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് അങ്ങോട്ട് പഠിക്കുമ്പോൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സെക്ഷൻ 2KA ആണ് കേരള ബാങ്ക് എന്ന് പറയുന്നത്, അല്ലേ? ഈ KA എങ്ങനെ കിട്ടിയെന്ന് അറിയാമോ? നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കേരള, ഈ കെയും ഈ കേരളയുടെ എയും കൂടെ, കേരള ബാങ്കിന്റെ കെ എന്ത് ചെയ്തു? KLA, അല്ലേ? ഈ എയും
കൂടി എടുത്തിട്ടാണ് ഈ KA ആയത് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് നോൺ ആസ് ദ കീ സ്റ്റോൺ ഓഫ് ദി ഹിസ്റ്ററി ഓഫ് കോർപ്പറേഷൻ. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ കീ സ്റ്റോൺ, ആണിക്കല്ല് അല്ലെങ്കിൽ മൂലക്കല്ല് എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും ഏതിനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അത് കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്കിനെയാണ്. പലർക്കും നമ്മൾ തെറ്റിപ്പോകുന്നതാണ് അല്ലേ. ബ്രൈറ്റസ്റ്റ് സ്പോട്ട്, റൊമാൻസ് ഓഫ് കോർപ്പറേഷൻ എന്നൊക്കെ ചോദിച്ചാലാണ് നമ്മൾ അർബൻ കോർപ്പറേറ്റീവ് ബാങ്ക് എഴുതുക. പക്ഷേ കീ സ്റ്റോൺ ഓഫ് ഹിസ്റ്ററി ഓഫ് കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കേരള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക് ആണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ കീ സ്റ്റോൺ ഓഫ് കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കേരള എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരള ബാങ്കിൻ്റെ നമ്മുടെ ഇന്ത്യയിലുള്ള അവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പെക്യുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക് ഈസ് ദി ഫസ്റ്റ് ഷെഡ്യൂൾഡ് കോർപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇത് കണ്ടല്ലോ നിങ്ങൾ പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എന്താ ഈ ഷെഡ്യൂൾഡ് ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബാങ്കുകളെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് കോർപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. അവർക്ക് ചില പ്രിവിലേജസ് റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അതുപോലെ അവർ കുറച്ച് വീക്ക്ലി റിട്ടേൺസും അതുപോലെ മന്ത്ലി റിട്ടേൺസും എല്ലാം റിസർവ് ബാങ്ക് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യണം, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. അവർക്ക് ചില ഷോർട്ട് ടൈം അഡ്വാൻസും അതുപോലെ അവർക്ക് ചില പ്രിവിലേജസ് എല്ലാം റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂൾഡ് കോർപ്പറേറ്റീവ് ബാങ്ക് അല്ലേ. സഹകരണ മേഖലയിൽ സാധാരണ ബാങ്കുകൾക്കാണ് ഈ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് നമ്മൾ വിളിക്കുക അല്ലേ. ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കുകൾക്കാണ് ഇത്തരത്തിലുള്ള പദവി കൊടുക്കുക. പക്ഷേ സഹകരണ മേഖലയിൽ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്കായി മാറിയത് ഏതാണ്? കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഇത് ആയ വർഷം ഇതാണ് 1/7/1966. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. 1 ജൂലൈ 1966. മറന്നു പോകുന്നത് ഇല്ല. ഓക്കെ, ഇനി അടുത്ത് നോക്ക്. കേരള ബാങ്ക് നമ്മൾ 2019 നവംബർ മാസം 29 കേരള ബാങ്ക് വരുമ്പോൾ നമ്മുടെ കേരള ബാങ്ക് രൂപീകരിച്ചത് ആക്ച്വലി 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും കൂടെ ചേർത്തുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത്. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ സംയോജിപ്പിച്ചുകൊണ്ടാണ് അമാൽഗമേറ്റ് ചെയ്തുകൊണ്ടാണ് കേരള ബാങ്ക് രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അതേതാണ്? 13 ജില്ലാ സഹകരണ ബാങ്കുകളാണ്. 2023 മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കൂടി കേരള ബാങ്കിനോടൊപ്പം ലയിപ്പിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2019 കേരള ബാങ്ക് രൂപീകരിക്കുമ്പോൾ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലാ സഹകരണ ബാങ്കുകളെയും കൂടെ അമാൽഗമേറ്റ് ചെയ്തു സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കേരള ബാങ്ക് രൂപീകരിക്കുന്നത്. എന്നാൽ 2023 മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിനോടൊപ്പം ലയിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ടോ, നമ്പർ 1 അല്ലെ, നമ്പർ 1 ബാങ്ക് എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ നമ്പർ 1 ബാങ്ക് എന്നുള്ളതാണ്. ഈ കേരള ബാങ്ക് രൂപീകരിക്കുമ്പോൾ ഗവൺമെന്റ് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്കാണ് എന്നുള്ളതാണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു ധനകാര്യ സ്ഥാപനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ ഏതെന്ന് പറയുന്നത് കേരള ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ SBI കഴിഞ്ഞാൽ അല്ലേ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്കാണ് കേരള ബാങ്ക്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കണ്ടോ, ഇത് നമ്പർ 1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് എന്തുണ്ട്? 14 ഡോട്ടുകളുണ്ട്. നിങ്ങൾ അറിയായിരിക്കും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 കണ്ടോ. ഈ 14 ഡോട്ടുകൾ സൂചിപ്പിക്കുന്നത് 14 ജില്ലാ സഹകരണ ബാങ്കുകളെയാണ്. 14 ജില്ലകളെ അല്ല, 14 ജില്ലാ സഹകരണ ബാങ്കുകളെയാണ്. അപ്പോൾ എന്താ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോട്ടുകളെല്ലാം കൂടിച്ചേർന്ന് അതെന്ത് ചെയ്യുന്നു, അതൊരു ഒന്നായി വലിയ നമ്പർ 1 ബാങ്കായി മാറുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു ലോഗോയായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി കേരള ബാങ്കിൻ്റെ ബ്രാൻഡ് നെയിം അറിയാലോ. 29/11/2019 നിലവിൽ വരുമ്പോൾ കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് യഥാർത്ഥത്തിൽ കേരള ബാങ്കിൻ്റെ പേര്. അതിൻ്റെ ബ്രാൻഡ് നെയിമാണ് കേരള ബാങ്ക് എന്ന് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇത് എന്ത് ചെയ്യുന്നു, കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക് അല്ല, ആക്ച്വലി കേരള ബാങ്ക്. ഇതാണ് ബ്രാൻഡ് നെയിം കണ്ടോ. ബ്രാൻഡ് നെയിം ഇതാണ് കണ്ടോ. ഇതിൻ്റെ താഴെ അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്കുകളുടെ ഒറിജിനെ കുറിച്ചാണ്.
ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ എന്താണ് മഗ്ലഗൻ കമ്മിറ്റി 1914-15 അല്ലേ, നമ്മുടെ കഴിഞ്ഞ 1904 നമ്മുടെ ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം ഉരുത്തിരിഞ്ഞു വന്നതിന് ശേഷം ഉണ്ടായ 10 വർഷത്തെ പ്രോഗ്രസ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റിയാണ് മഗ്ലഗൻ കമ്മിറ്റി. 1914 അപ്പോയിൻറ്റ് ചെയ്യുകയും 1915 റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ മഗ്ലഗൻ കമ്മിറ്റി. മഗ്ലഗൻ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, ഓൺ മാൻ ഓൺ വോട്ട് അല്ലേ. അതുപോലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്ത ഒരു കമ്മിറ്റിയാണ് മഗ്ലഗൻ കമ്മിറ്റി. മഗ്ലഗൻ കമ്മിറ്റിയെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ ഈ മഗ്ലഗൻ കമ്മിറ്റിയും പറഞ്ഞു ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. എല്ലാ പ്രൊവിൻസുകളും നിർബന്ധമായിട്ടും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ, അവരുടെ പ്രൊവിൻസിന് ഒരു കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള രീതിയിലുള്ള ഒരു സ്ഥാപനം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ കാൽവർട്ട് കമ്മിറ്റി, കാൽവർട്ട് കമ്മിറ്റി മീൻസ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ, 1926 അപ്പോയിന്റ് ചെയ്യുകയും 28 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്ത റോയൽ കമ്മീഷൻ അഗ്രികൾച്ചറും പറഞ്ഞു ഇത്തരത്തിലൊരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എല്ലാ പ്രൊവിൻസിനും വേണം. അതുപോലെ ആൾ ഇന്ത്യ റൂറൽ സർവേ കമ്മിറ്റി സ്വാതന്ത്ര്യത്തിന് ശേഷം 1951 AD ഗോർവാലയുടെ ചെയർമാൻഷിപ്പോടുകൂടി വരികയും 1954 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്ത AD ഗോർവാലയും പറഞ്ഞു എല്ലാ സംസ്ഥാനത്തിനും ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വേണം എന്ന് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ വരുന്നത്. അതിനു മുമ്പ് നമുക്ക് ഈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ചരിത്രം ഒന്ന് പുറകോട്ട് പോയി പരിശോധിക്കാം, നോക്കാം നമുക്ക് എങ്ങനെയാണ് കേരള ബാങ്ക് നിലവിൽ വന്നത് എന്ന് അല്ലേ. അപ്പോൾ 1914 മുതൽ നമുക്ക് പഠിക്കേണ്ടി വരും കേരള ബാങ്കിൻ്റെ ചരിത്രത്തിൽ. 1914 നമ്മുടെ ട്രാവൻകൂർ സ്റ്റേറ്റിൽ നമ്മുടെ മൂലം തിരുനാൾ രാമവർമ്മ എന്ത് ചെയ്തു, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് പാസ്സാക്കുകയാണ്. എന്താണ് പേര്, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ആര് പാസ്സാക്കുന്നു, അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന മൂലം തിരുനാൾ രാമവർമ്മ 1914 അല്ലേ. അപ്പോൾ ട്രാവൻകൂർ സ്റ്റേറ്റിലെ സഹകരണവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ആക്ടാണ് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട്. ഓക്കെ, അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് 1915 നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ തിരുവിതാംകൂറിൽ ഒരു സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്യുകയാണ്. എങ്ങനെയാണ്, ഒരു സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് കേട്ടോ. അപ്പോൾ എന്താണ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പേര്, ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നല്ല അതിൻ്റെ പേര്. എന്താണ് അതിൻ്റെ പേര്, ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. എന്താണ് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്, പക്ഷേ അതിൻ്റെ പേരെന്താണ്, ആ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയുടെ പേരെന്താണ്, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നല്ല, പിന്നെന്താണ്, ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി ഫോംഡ് ആസ് പെർ ട്രാവൻകൂർ കോപ്പറേറ്റീവ് റെഗുലേഷൻ ആക്ട്. അപ്പോൾ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അല്ലെങ്കിൽ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ ബാങ്കാണ് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ 14 ആക്ട് വരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് 15 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്യുന്നു. 1916 ജനുവരി 18 ഈ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ത് ചെയ്യുന്നു, അവർ ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അവർ പ്രവർത്തനം ആരംഭിക്കുന്നു. എത്ര രൂപ ഷെയർ ക്യാപിറ്റൽ കൊണ്ടുവന്നുകൊണ്ട്, 1 ലക്ഷം രൂപ ഷെയർ ക്യാപിറ്റൽ കൊണ്ട് അവർ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 100 രൂപ വെച്ചിട്ടുള്ള ഷെയറിന് അല്ലേ, 1000 ഷെയർസ് 100 രൂപ വെച്ചിട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, 1 ലക്ഷം രൂപ ക്യാപിറ്റൽ കളക്ട് ചെയ്തുകൊണ്ട് അവർ ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് 1916 ജനുവരി 18. ഓക്കെ ആണോ? അപ്പോൾ 14, 15, 16 അല്ലേ, അത് കണ്ടിന്യൂസ് പഠിക്കാം. 14 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട്, മൂലം തിരുനാൾ രാമവർമ്മ. അതുപോലെ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് 1915 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്യുന്നു. 1916 എന്ത് ചെയ്യുന്നു, ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി 100 രൂപയുടെ 1000 ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് അവർ ഫണ്ട് കളക്ട് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു, അവർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിക്കുകയാണ് അല്ലേ. എന്നിട്ട് പിന്നീട് ആ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇങ്ങനെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കായിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. 1943 എന്താ സംഭവിച്ചത്, ദ നെയിം ഓഫ് ദ ബാങ്ക് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, അപ്പോൾ അത് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് ആയിരുന്നതിൻ്റെ പേര് 1943 ആയപ്പോൾ അതിൻ്റെ പേര് എന്തെന്നാക്കി,
ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി, ഹാവിങ് എ ഫെഡറൽ ക്യാരക്ടർ ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ്. അപ്പോൾ തിരുവിതാംകൂറിൽ ഒരു ഫെഡറൽ സ്ട്രക്ചർ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുകയുണ്ടായി. അതായത് മറ്റ് സൊസൈറ്റികൾക്കും എന്ത് ചെയ്യാം, ഈ ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൽ അംഗമാകാം എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ കൂടി കൊണ്ടുവന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫെഡറൽ ക്യാരക്ടർ കൂടി ഏതിന് കൊടുത്തു, ഈ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്ന സൊസൈറ്റിയുടെ പേര് മാറ്റി ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കുകയും അവർക്കൊരു ഫെഡറൽ ക്യാരക്ടർ കൊടുത്തു. ഫെഡറൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മറ്റ് സൊസൈറ്റികളെ കൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്പറായിട്ട് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ മെമ്പറായിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. പിന്നീട് 1949 നമ്മുടെ തിരുക്കൊച്ചി സ്റ്റേറ്റ് വരുന്നു. 1952 എന്ത് വരുന്നു, തിരുക്കൊച്ചി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നു. അതിനുശേഷം 1954 എന്ത് ചെയ്യുന്നു, ഈ ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പേര് എന്താക്കി മാറ്റുന്നു, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കുന്നു. കാര്യം എന്തുകൊണ്ടാണ്, നമുക്ക് അന്ന് 1952 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നപ്പോൾ ഈ ട്രാവൻകൂർ കൊച്ചി സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഒരു അപ്പെക്സ് ബാങ്ക് ഇല്ലാതെ വരുന്നു അല്ലേ. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് ഒരു അപ്പെക്സ് ബാങ്ക് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പേര് എന്താക്കി മാറ്റിയത്, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട് മാറ്റിയത്. അത് 1954 ഓക്കെ. അതിനുശേഷം പിന്നീട് നമ്മുടെ എന്ത് സംഭവിച്ചു, നമുക്ക് നമ്മുടെ ലിംഗ്വിസ്റ്റിക് ബേസിൽ കേരള സംസ്ഥാനം രൂപം കൊള്ളുകയും 1956 നവംബർ 1 നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പേര് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട് പുനർനാമകരണം ചെയ്യുമ്പോൾ അതിനുള്ള ദൗത്യം ഇത്രയേ ഉള്ളായിരുന്നു. എന്താണ്, നമ്മുടെ ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ക്രെഡിറ്റ് സ്ട്രക്ചറിന്റെ അപ്പെക്സ് ബാങ്ക് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് അപ്പെക്സ് ബാങ്ക് ഇൻ ദി കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള. കേരളത്തിലെ കോപ്പറേറ്റീവ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടറിന്റെ അപ്പെക്സ് ബാങ്ക് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ് കേരള ബാങ്ക് നമ്മുടെ 1956 നവംബർ 1 നിലവിൽ വരുന്നത്. അന്ന് കേരള ബാങ്ക് എന്നല്ല അതിന്റെ പേര്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ്. ഓക്കെ. അപ്പോൾ അതുവരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട്, 1915 അതിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നു. 1916 ഒരു സ്റ്റാർട്ടർ ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. 1943 എന്ത് ചെയ്യുന്നു, ഇതിന്റെ പേര് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കുന്നു. 1954 ഇതിന്റെ പേര് എന്ത് ചെയ്യുന്നു, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കുന്നു. 1956 നവംബർ 1 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വരുന്നു. ഇതിന്റെ പേര് വീണ്ടും മാറ്റി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി. അത് മാത്രമല്ല ഷോർട്ട് ടൈം മീഡിയം ടൈം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ കേരളത്തിന്റെ അപ്പെക്സ് ബാങ്ക് ആയിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് മാറുകയാണ് എന്നുള്ളതാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി ഡെവലപ്പിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പറഞ്ഞുതരാം. നോക്ക്, 1966 മാർച്ച് 1 വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. 1966 മാർച്ച് 1 എന്താണെന്നറിയാമോ? നമ്മുടെ സഹകരണ ബാങ്കുകളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് 1966 മാർച്ച് 1 വരെ സഹകരണ ബാങ്കുകളെ റിസർവ് ബാങ്ക് ബാങ്കുകളായിട്ട് കണക്കാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ബാങ്കിങ് ലൈസൻസ് റിസർവ് ബാങ്ക് സഹകരണ ബാങ്കുകൾക്ക് നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ 1966 മാർച്ച് 1 ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ പാർട്ട് 5 സെക്ഷൻ 56 കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കൂടി ആഡ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ബാധകമാക്കിയത് 1966 മാർച്ച് 1 എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? കോപ്പറേറ്റീവ് ബാങ്ക്സ് കം അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി RBI. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? കോപ്പറേറ്റീവ് ബാങ്ക്സ് കം അണ്ടർ ദി കൺട്രോൾ ഓഫ് RBIയുടെ നിയന്ത്രണത്തിലേക്ക് കോപ്പറേറ്റീവ് ബാങ്കുകളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതുപോലെ RBIയുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അവർക്ക് കൂടി ആപ്ലിക്കബിൾ ആയി. BR ആക്ട്, നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഉണ്ടല്ലോ, അത് അവർക്ക് കൂടി ആപ്ലിക്കബിൾ ആയി എന്നുള്ളതാണ്. അത് മാത്രമല്ല, അന്ന് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നുള്ള പേരിലാണ് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത്. അത് 1966 മാർച്ച് 1 അതിന്റെ പേര് എന്തായിട്ട് മാറ്റിയത്? ഈ അതേ അമെൻമെന്റിൽ തന്നെയാണ് ഈ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കൂടി നമ്മുടെ ബാങ്ക് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന അതേ അമെൻമെന്റിൽ തന്നെയാണ് ബാങ്കിങ് കമ്പനീസ് ആക്ടിന്റെ പേര് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആക്കി മാറ്റിയതും എന്ന് കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ. അപ്പോൾ എന്താ സംഭവിച്ചത്? കോപ്പറേറ്റീവ് ബാങ്ക്സിനെ RBIയുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. അതായത് BR ആക്ട് അവർക്ക് കൂടി ആപ്ലിക്കബിൾ ആയി. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്
ആൾസോ എന്തായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലായി. കാര്യം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും BR ആക്ട് പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു. അതായത് എന്താണ് BR ആക്ട് ആപ്ലിക്കബിൾ ആക്കി കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മാറ്റുന്നതിന് നമുക്ക് കേരള ബാങ്കും ആപ്ലിക്കേഷൻ നൽകി. അങ്ങനെ കേരള ബാങ്കിന് എന്ത് ചെയ്തു, റിസർവ് ബാങ്കിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുപോലെ 1966 മാർച്ച് 1 നമ്മുടെ ബാങ്ക് റെഗുലേഷൻ ആക്ടിലും ഒരു ചേഞ്ച് ഉണ്ടായി. പാർട്ട് 5 എന്ന് പറയുന്നത്, അതായത് സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ഭാഗമാണ് പാർട്ട് 5. അതായത് BR ആക്ടിലെ ഏറ്റവും അവസാനത്തെ പാർട്ടാണ് പാർട്ട് 5 എന്ന് പറയുന്നത്. അതിൽ സെക്ഷൻ 56, ഒരേ ഒരു സെക്ഷൻ മാത്രമേ ഈ പാർട്ട് 5-ലുള്ളൂ. ആ സെക്ഷൻ 56 എന്ന് പറയുന്ന സെക്ഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട, അതായത് ബാങ്ക് റെഗുലേഷൻ ആക്ട് എങ്ങനെയാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ബാധകമാകുന്നത് എന്നുള്ളതാണ് ഈ സെക്ഷൻ 56-ൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സംഭവം കൂടി ഇതിനോടൊപ്പം ഉൾപ്പെടുത്തി, നമ്മുടെ BR ആക്ടിനോടൊപ്പം ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഇത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് കം അണ്ടർ ദി കൺട്രോൾ ഓഫ് RBI ഏത് വർഷവും ചോദിക്കാം. അതുപോലെ BR ആക്ട്, പിന്നെ എന്താണ് BR ആക്ടിന്റെ പരിധിയിലേക്ക് കോപ്പറേറ്റീവ് ബാങ്ക് വന്നത് ഏത് വർഷമാണെന്ന് ചോദിക്കാം, ഏത് ദിവസമാണെന്ന് ചോദിക്കാം. അതുപോലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിൽ വന്നത് ഏത് വർഷം ഏത് ദിവസമെന്ന് ചോദിക്കാം. അതുപോലെ പാർട്ട് 5 BR ആക്ട്, നമ്മുടെ BR ആക്ടിന്റെ പാർട്ട് 5 നമ്മുടെ BR ആക്ടിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണെന്ന് ചോദിക്കാം, ഏത് ദിവസമാണെന്ന് ചോദിക്കാം. അതുപോലെ സെക്ഷൻ 56, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ BR ആക്ടിന്റെ പരിധിയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 56 നമ്മുടെ BR ആക്ടിൽ ഉൾപ്പെടുത്തിയ ഏത് വർഷമാണെന്ന് ചോദിക്കുക. ഇതിനെല്ലാത്തിനും ഒരു ഉത്തരവേ ഉള്ളൂ, മാർച്ച് 1, 1966. മനസ്സിലായോ? അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഉറപ്പായിട്ടും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ പ്രധാനമായിട്ടും അതിനുശേഷം പിന്നെ ഏറ്റവും വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് എന്താണ്, ജൂലൈ 1, 1966. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മാർച്ച് 1 എന്ത് ചെയ്യുന്നു, BR ആക്ടിന്റെ പരിധിയിലേക്ക് കേരള ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നു. അതിനുശേഷം ജൂലൈ 1 എന്ത് ചെയ്യാണ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്കായിട്ട് മാറുകയാണ്. അതായത് 1966 ജൂലൈ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് ആയത് ജൂലൈ 1, 1966. ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്നാണ് കേരള ബാങ്ക് ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് ആയത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ആയതെന്ന് ചോദിക്കാം. അത് 1966 ജൂലൈ 1 മറന്നുപോരുത്, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട അടുത്ത നാൾ വഴി എന്ന് പറയുന്നത് മാസ്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. എന്താണ് മാസ്ക്? മ്യൂച്വൽ അറേഞ്ച്മെന്റ് സ്കീം കേരള എന്നാണ് മാസ്കിന്റെ ഫുൾ ഫോം. എന്താ ഈ മാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോപ്പറേറ്റീവ് ബാങ്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്ന ചെക്കുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നതിന്, ചെക്കോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റോ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് മാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ക്ലിയറിംഗ് ഹൗസ് വഴിയാണ് ഇത്തരത്തിൽ ചെക്കും അതുപോലെ ഡ്രാഫ്റ്റുകളും എല്ലാം സാധാരണ കൊമേഴ്സ്യൽ ബാങ്ക്സുകൾ ക്ലിയർ ചെയ്യുന്നത്, അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ ബാങ്ക് സെറ്റിൽമെന്റുകൾ എല്ലാം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സഹകരണ മേഖലയിൽ ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കുകൾ, ഒരു ബാങ്ക് മറ്റൊരു കോപ്പറേറ്റീവ് ബാങ്കിന് എഴുതിയിട്ടുള്ള ചെക്കുകളെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ ഇത്തരത്തിലുള്ള ഇന്റർ ബാങ്ക് സെറ്റിൽമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള ബാങ്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് മ്യൂച്വൽ അറേഞ്ച്മെന്റ് സ്കീം കേരള എന്നറിയപ്പെടുന്നത്. അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് 1969 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ടതാണ്. മാസ്കിന്റെ ഫുൾ ഫോം ചോദിക്കും. മാസ്ക് നിലവിൽ വന്നത് ഏത് വർഷമാണെന്ന് ചോദിക്കാം. അത് 1969. ക്ലിയർ ആണോ? അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. അതുപോലെ നാഷണൽ ലെവലിലാണെങ്കിൽ നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇന്റർ ബാങ്ക് സെറ്റിൽമെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് മേഖലയിലുള്ള ഇന്റർ ബാങ്ക് സെറ്റിൽമെന്റ് നടത്തുന്നതിന് വേണ്ടി വേറൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ആൾ ഇന്ത്യ മ്യൂച്വൽ അറേഞ്ച്മെന്റ് സ്കീം, ഐമാസ് എന്ന് പറയും. ഇത് 1965. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഐമാസ് മാസ്ക് നിങ്ങൾ മറന്നുപോരുത്. ഇത് നാഷണൽ ലെവലിൽ നാഷണൽ ഫെഡറേഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് നടത്തുന്നത്. ഈ മാസ്ക് എന്ത് ചെയ്യുന്നത് അതാരാണ്? നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി 1972 വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. റിസർവ് ബാങ്കിന്റെ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് ലഭിച്ചത് 1972. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പരിധിയിലും അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലും മാത്രമാണ് 1966 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വന്നിട്ടുള്ളതെങ്കിൽ
1972 RBI എന്ത് ചെയ്തു? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് ബാങ്കിങ് ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു കോപ്പറേറ്റീവ് ബാങ്കിനേക്കാൾ ഉപരി ഒരു സാധാരണ ഒരു കൊമേഴ്സ്യൽ ബാങ്കിന്റെ അതേ രീതിയിലുള്ള ഫംഗ്ഷൻസ് ചെയ്യാനായിട്ട് നമ്മുടെ കേരള ബാങ്കിനെ അനുവദിച്ചുകൊണ്ടുള്ള ലൈസൻസ് റിസർവ് ബാങ്ക് കൊടുത്തത് 1972 ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദ കേരള ബാങ്ക് ഗെറ്റ്സ് ദ ബാങ്കിങ് ലൈസൻസ് ഫ്രം RBI ഇൻ ദ ഇയർ എന്ന് ചോദിക്കാം. അത് 1972. 1966 മാർച്ച് 1 എന്ത് ചെയ്തു? ബാങ്ക് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിലേക്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നു. 1966 ജൂലൈ 1 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്കായി മാറുന്നു. 1972 റിസർവ് ബാങ്ക് ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നതിനുള്ള ലൈസൻസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് നൽകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു? അതിനുശേഷം അങ്ങനെ ഒരു 3 ടയർ സ്ട്രക്ചറിൽ നമ്മൾ 2016 വരെയും ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് പല പല കമ്മിറ്റികൾ, അല്ലേ, വൈദ്യനാഥൻ കമ്മിറ്റി, അതുപോലെ തന്നെ കുമാരൻ കമ്മിറ്റി, ഇങ്ങനെ ഒത്തിരി കമ്മിറ്റികൾ വന്നിട്ട് പറഞ്ഞു ഈ 3 ടയർ സ്ട്രക്ചർ എന്ത് വേണ്ട, നമുക്ക് 2 ടയർ സ്ട്രക്ചറാണ് ഏറ്റവും അഭികാമ്യം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ലോൺ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് ഏതിനെ എടുത്ത് കളയണം? PACS, അതുപോലെ DCB, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, അല്ലേ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇങ്ങനെയായിരുന്നു നമ്മുടെ 3 ടയർ സ്ട്രക്ചർ ഉണ്ടായിരുന്നത്. അതിൽ ഏത് വേണ്ട നമുക്ക്? DCB. ഈ DCB വേണ്ട, DCB ഇല്ലാതെ നമുക്ക് 2 ടയർ സ്ട്രക്ചർ ആയിരിക്കും കുറച്ചുകൂടി അഭികാമ്യമെന്ന് പറയുകയും ചെയ്തു. അത് ഗവൺമെന്റും അത് ബോധ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഇതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ പേരാണ് ശ്രീറാം കമ്മിറ്റി. മറന്നു പോരുത്, വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ശ്രീറാം കമ്മിറ്റി. ഈ ശ്രീറാം കമ്മിറ്റി 2016 അപ്പോയിന്റ് ചെയ്ത് 2017 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. കേരളത്തിന്റെ സ്വന്തം ബാങ്കായിട്ട് നമുക്ക് കേരള ബാങ്കിനെ കൊണ്ടുവരണമെന്നും നമ്മുടെ 3 ടയർ സ്ട്രക്ചർ, അതായത് PACS, DCB, കേരള ബാങ്ക്, ഇങ്ങനെയുള്ള 3 ടയർ സ്ട്രക്ചറിനെ നമുക്ക് അബോളിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 ടയർ സ്ട്രക്ചർ മതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീറാം കമ്മിറ്റി എന്ത് ചെയ്യുകയാണ്? കേരള ബാങ്കിന്റെ ഫോർമുലേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ശ്രീറാം കമ്മിറ്റി അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു. കേരള ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്കിലേക്ക് നൽകേണ്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം റെക്കമെൻഡ് ചെയ്തതിന് ശേഷം ശ്രീറാം കമ്മിറ്റി പോയി. അതിനുശേഷം വന്ന കമ്മിറ്റിയാണ് 2018 ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി ഓൺ കേരള ബാങ്ക്. അപ്പോൾ ശ്രീറാം കമ്മിറ്റി പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ്, എങ്ങനെയാണ് നമ്മുടെ കേരള ബാങ്ക് രൂപീകരിക്കേണ്ടത്, എങ്ങനെയാണ് റിസർവ് ബാങ്കിന്റെ ലൈസൻസ്, എങ്ങനെയാണ് ഇതിന്റെ അമാൽഗമേഷനുള്ള പ്രൊസീജിയർ, ഇതെല്ലാം ശ്രീറാം കമ്മിറ്റി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഇത് എങ്ങനെ നമുക്ക് 18 മാസം കൊണ്ട് നടപ്പാക്കാം എന്നുള്ളതിനെ വെച്ചുകൊണ്ട് ഒരു ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ശ്രീറാം കമ്മിറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യേണ്ടായി, സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ പേരാണ് രവീന്ദ്രനാഥ് കമ്മിറ്റി. എന്താണ് രവീന്ദ്രനാഥ് കമ്മിറ്റി? 2017 അപ്പോയിന്റ് ചെയ്ത് 2018 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി ഓൺ കേരള ബാങ്ക് ചോദിച്ചാൽ രവീന്ദ്രനാഥ് കമ്മിറ്റിയും, അതുപോലെ എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ കേരള ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് ശ്രീറാം കമ്മിറ്റിയാണ്. ശ്രീറാം കമ്മിറ്റി അതിന്റെ ഒരു ഫോർമുലേഷൻ, അതിന്റെ ഒരു ചട്ടക്കൂട്, എങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ, എങ്ങനെയാണ് കേരള ബാങ്ക് രൂപീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വ്യക്തമായ ധാരണ കൊടുക്കുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് അതേപടി നടപ്പാക്കിക്കൊണ്ട് കേരള ബാങ്കിന്റെ രൂപീകരണത്തിന് സഹായിച്ച കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ ഏതെന്ന് പറയുന്നത് രവീന്ദ്രനാഥ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് 7/3/2019 DCBയുടെ എല്ലാ അസറ്റുകളും നമ്മൾ എന്ത് ചെയ്തു? കേരള ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുണ്ടായി. എന്നാണ് DCBയുടെ അസറ്റ്സും അതുപോലെ തന്നെ ലൈബിലിറ്റിയും എല്ലാം കേരള ബാങ്കിലേക്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വെച്ചാൽ 7/3/2019 അല്ലേ. അപ്പോൾ 7/3/2019 DCBയുടെ എല്ലാ അസറ്റും ലൈബിലിറ്റികളും എല്ലാം കേരള ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും 29/11/2019 ഏറ്റവും മഹത്തരമായിട്ടുള്ള, അല്ലെ, ഏറ്റവും വലിയ സംഭവം ഉണ്ടായി. എന്താണ്? കേരള ബാങ്ക് വാസ് സ്റ്റാർട്ടഡ്, അല്ലെ, നമ്മുടെ അഭിമാനമായ കേരള ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്, അല്ലെ. അപ്പോൾ 29/11/2019 നമ്മുടെ കേരള ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലെ. അപ്പോൾ അന്ന് വരെ നമ്മൾ നിലവിലുണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിൽ ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം സ്ട്രക്ചറിന് എന്തായിരുന്നു? നമുക്ക് 3 ടയർ ആയിരുന്നു.
എങ്കിൽ നമുക്ക് 29/11/2019 നവംബർ മാസം 1-ാം തീയതി ആയിരുന്നു. അതായത് 2019 നവംബർ മാസം 1-ാം തീയതി കേരള ബാങ്ക് ഉദ്ഘാടനം ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ റിസർവ് ബാങ്കിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങൾ, അല്ലേ, ചില ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഈ 11-ാം മാസം തന്നെ, നവംബർ മാസം തന്നെ ആ കേരള ബാങ്ക് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ആ മാസം അവസാനത്തിലേക്ക് പോയി എന്നുള്ളതാണ്. നവംബർ 1 നമ്മുടെ കേരളപ്പിറവി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇരുന്നതാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? നവംബർ 29ലേക്കാണ് ആ ഡേറ്റ് നീണ്ടുപോയത് എന്നുള്ളതാണ്. അപ്പോൾ 29/11/2019 ഏറ്റവും മഹത്തായ ഒരു സംഭവം ഉണ്ടായി, കേരള ബാങ്കിൻ്റെ രൂപീകരണം. ഇത് മറന്നുപോകരുത്. 29/11 ഓർക്കാനായിട്ട് ഒരു സംശയമില്ല. കാര്യം എന്തുകൊണ്ടാണ്? കേരള പിറവിയിൽ അന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇരുന്നതാണ്. പക്ഷേ ആ മാസം ആദ്യം നടന്നില്ല, അതുകൊണ്ട് അവസാനം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ 29/11 മറന്നുപോയിനി. 29/11/2019. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മറന്നുപോകരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ കേരള ബാങ്കിൻ്റെ നാൾവഴിയിലേക്ക് നമുക്കൊന്നും കൂടി പോവാം. 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് വരുന്നു. 1915 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്യുന്നു. 1916 ജനുവരി 18 അവർ ഫംഗ്ഷനിങ് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. 1943 എന്ത് ചെയ്തു? ഈ ബാങ്കിൻ്റെ പേര് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിൻ്റെ പേര് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആക്കി. അതിനൊരു ഫെഡറൽ ക്യാരക്ടർ. അതുവരെ അതൊരു സാധാരണ ബാങ്കായിട്ട് നിലനിന്നിരുന്ന ബാങ്ക് 1943 ആയപ്പോൾ ഒരു ഫെഡറലിസ്റ്റ് ക്യാരക്ടർ കൂടി അതിന് നിലവിൽ കിട്ടുകയാണ്. 1954 ഇതിന്റെ പേര് വീണ്ടും മാറ്റുകയാണ്, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി. 1956 നവംബർ 1 കേരളത്തിന്റെ അപ്പെക്സ് ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ക്രെഡിറ്റ് സ്ട്രക്ചറിലെ അപ്പെക്സ് ബാങ്ക് ആയിട്ട് കേരള ബാങ്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലേ. കേരള ബാങ്ക് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളതാണ്, അല്ലേ. പിന്നീട് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം 1966 മാർച്ച് 1 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് BR ആക്ടിന്റെ പരിധിയിൽ വരുന്നു, RBI കൺട്രോളിൽ വരുന്നു. അതുപോലെ BR ആക്ടിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ട് 5 നമ്മുടെ BR ആക്ടിലെ സെക്ഷൻ 56 പാർട്ട് 5 ഉൾപ്പെടുത്തുന്നു. പാർട്ട് 5 എന്ന് പറയുന്ന ഒരു പാർട്ട് കൊണ്ടുവരികയും അതിൽ 56 എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് പറയുകയും ചെയ്യുന്നു. പിന്നെ എന്താ സംഭവിക്കുക? ജൂലൈ 1-ാം തീയതി 1966 എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, ഏറ്റവും ചരിത്രപരമായിട്ടുള്ള നേട്ടമാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ബിക്കം ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്കായിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് മാറുകയാണ്. 1969 ആയപ്പോൾ മ്യൂച്വൽ അറേഞ്ച്മെന്റ് സ്കീം, അല്ലെ, മാസ്ക് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1972 റിസർവ് ബാങ്ക് ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ആർക്ക് കൊടുത്തു? കേരള ബാങ്കിന് കൊടുത്തു എന്നുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് അതിനുശേഷം എന്ത് ചെയ്തു? 2016-17 നമ്മുടെ കേരള ബാങ്ക് ഈ 3 ടയർ സ്ട്രക്ചറിൽ നിന്ന് മാറി 2 ടയർ സ്ട്രക്ചറിലേക്ക് കേരള ബാങ്കിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ കേരള ബാങ്ക് ശ്രീറാം കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. അതിനുശേഷം 2018 എന്ത് ചെയ്യുന്നു? ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി ഓൺ കേരള ബാങ്ക് റിപ്പോർട്ട് വരുന്നു. അതിൽ രവീന്ദ്രനാഥ് കമ്മിറ്റിയാണ് ആ കമ്മിറ്റി, ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി. അതെങ്ങനെ നടപ്പാക്കാം എന്നുള്ളതാണ് ഈ കമ്മിറ്റി പഠിച്ചത് 2017 മുതൽ 2018 വരെ. പിന്നീട് എന്താ പഠിച്ചത്? 7 മാർച്ച് 2019 എന്താ സംഭവിച്ചത്? കേരളത്തിലുള്ള എല്ലാ ജില്ലാ സഹകരണ ബാങ്കുകളുടെ 13 ജില്ലാ സഹകരണ ബാങ്കുകളുടെ അസറ്റ് ലൈബിലിറ്റികളും എല്ലാം എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? കേരള ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം 29/11/2019 അതായത് എന്താണ് നമ്മുടെ കേരള സംസ്ഥാന രൂപം കൊള്ളുന്ന നവംബർ മാസം 29-ാം തീയതി 2019 കേരള ബാങ്ക്, അല്ലെ, കേരളത്തിന്റെ സ്വന്തം ബാങ്കായിട്ട് കേരള ബാങ്ക് നിലവിൽ വരികയാണ്. അന്ന് മുതൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്? ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ഹ്രസ്വകാല ദീർഘകാല വായ്പകൾക്ക് വേണ്ടിയിട്ടുള്ള 2 ടയർ സ്ട്രക്ചർ നിലവിൽ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് പഠിച്ചത്. ഓക്കെയാണ്. ഇനി നോക്ക്, കേരള ബാങ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. എന്താണ്? കേരള ബാങ്ക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം നമ്മൾ എന്നാ കൊണ്ടുവന്നതെന്ന് നമ്മൾ പറഞ്ഞത് 29/11/2019 നമ്മൾ കേരള ബാങ്ക് അനൗൺസ് ചെയ്തെങ്കിലും, അതിൻ്റെ ബ്രാൻഡ് നെയിം അനൗൺസ് ചെയ്തെങ്കിലും എന്താണ് ഈ കേരള ബാങ്ക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് മുതലാണ്? 2020 ജനുവരി മാസം 20-ാം തീയതിയാണ്. 20/1/20
20 അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ 20/1/20 എന്നുള്ളതാണ്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി ഉണ്ടായി. 12/1/2023, അതായത് റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു സംഭവമാണ്. ജനുവരി മാസം 12-ാം തീയതി മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കൂടി കേരള ബാങ്കിനോടൊപ്പം എന്ത് ചെയ്തു, ലയിച്ചു എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതുകൂടി അതിനോടൊപ്പം ആലോചിക്കുക. എന്താണ് നമ്മുടെ കേരള ബാങ്ക് എന്ന് പറയുന്ന പേര് കേരള ബാങ്കിൻ്റെ ജനറൽ ബോഡി അംഗീകരിച്ചത് 2020 ജനുവരി 20-ാം തീയതിയാണ്. അതുപോലെ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കുമായിട്ട് സംയോജിപ്പിക്കാതെ അല്ലേ, അമാൽഗമേറ്റ് ചെയ്യാതെ വേറിട്ട് നിൽക്കുകയായിരുന്നു. അവർ കേരള ബാങ്കുമായിട്ട് ലയിച്ചത് 12/1/2023 എന്നുള്ളതാണ്. ഓക്കെയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരള ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നുള്ളതാണ്. അത് നമ്മുടെ തിരുവനന്തപുരത്താണ്, നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. കോ ബാങ്ക് ടവർ അല്ലേ, തിരുവനന്തപുരം കോ ബാങ്ക് ടവറാണ് യഥാർത്ഥത്തിൽ കേരള ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് അറിയപ്പെടുക. ഇവരുടെ കോർപ്പറേറ്റ് ബിസിനസ് ഓഫീസ് എന്ന് പറയുന്നത്, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ബിസിനസ് ഓഫീസ് എറണാകുളത്തുമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് കോ ബാങ്ക് ടവറാണ്. കോ ബാങ്ക് ടവർ തിരുവനന്തപുരത്ത് PMGയിലാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് കേരള ബാങ്കിൻ്റെ മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കേരള ബാങ്കിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും A ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, അർബൻ കോപ്പറേറ്റീവ് ബാങ്കും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ്. അത് നിങ്ങൾ മറന്നുപോരുത്. PACSഉം അതുപോലെ തന്നെ ആരൊക്കെയാണ്, PACSഉം അതുപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് പ്രധാനമായിട്ടും ഇതിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ A ക്ലാസ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അതിൽ വേറൊരു പ്രത്യേകത എന്താണ്, മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അതായത് നമ്മുടെ കേരള സംസ്ഥാനത്തുള്ള പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി അതുപോലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സും അല്ലാതെയുള്ള മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം കേരള ബാങ്കിൻ്റെ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറാണ് എന്നുള്ളതാണ്. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അവർക്ക് ഒരു മെമ്പറുടെ എല്ലാ അധികാരങ്ങളോ എല്ലാ അവകാശങ്ങളോ എല്ലാ ബാധ്യതകളോ ഇല്ലാത്ത മെമ്പേഴ്സിനെയാണ് നമ്മൾ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്നത്. അവർക്ക് വോട്ടിംഗ് റൈറ്റും ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ അവർ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ട്രാൻസാക്ഷനിൽ ഏർപ്പെടുന്നതിന് വേണ്ടി മാത്രം വരുന്ന മെമ്പേഴ്സിനെയാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്നത്. അത്തരത്തിൽ കേരള ബാങ്കിന്റെ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്നത് മറ്റുള്ള സൊസൈറ്റികളാണ്. അതായത് PACSഉം അർബൻ ബാങ്ക്സും അല്ലാതെയുള്ള സൊസൈറ്റികളെയാണ് കേരള ബാങ്കിന്റെ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറായിട്ട് വരുന്നത്. അതുപോലെ കേരള ബാങ്കിന് വേറൊരു പ്രത്യേകതയുണ്ട്. കേരള ബാങ്കിന് ഡിവിഡൻഡ് ഈ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് ഡിവിഡൻഡ് കൊടുക്കില്ല, അവർക്ക് ലൈബിലിറ്റി ഉണ്ടാവില്ല, അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രിവിലേജും കിട്ടില്ല, ഒരു മെമ്പറുടെ വോട്ടിംഗ് റൈറ്റ് ഉൾപ്പെടെയുള്ള ഒരു അധികാരങ്ങളും ഇല്ലാത്ത മെമ്പേഴ്സിനെയാണ് നമ്മൾ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്നത്. സാധാരണ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ അവർക്ക് ഡിവിഡൻഡ് ലഭിക്കാനും അർഹതയില്ല. എന്നാൽ കേരള ബാങ്കിൽ മാത്രം ഇത്തരത്തിലുള്ളൊരു പ്രത്യേകതയുണ്ട്. എന്താണ്, കേരള ബാങ്കിലെ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറായ അതർ സൊസൈറ്റികൾക്ക് ഡിവിഡൻഡ് ലഭിക്കാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ ഡിവിഡൻഡ് ലഭിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പക്ഷേ ഒരു കാരണവശാലും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് നൽകുന്നതല്ല. അതായത് ഒരു വ്യക്തിക്ക് മെമ്പർഷിപ്പ് കൊടുക്കില്ല. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് കേരള ബാങ്കിൽ എന്തില്ല, മെമ്പർഷിപ്പ് ഇല്ല. അവിടെ ആർക്കാ മെമ്പർഷിപ്പ് കൊടുക്കുക, സൊസൈറ്റികൾക്ക് മാത്രമാണ് മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും നമ്മുടെ സഹകരണ നിയമത്തിൽ ഈ അമാൽഗമേഷനുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലാ സഹകരണ ബാങ്കുകളും കേരള ബാങ്കുമായിട്ട് ലയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നിയമത്തിൽ വരുത്തിയിട്ടുള്ള ചില ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അത് നമ്മുടെ കേരള സഹകരണ നിയമം പഠിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് പഠിക്കും. എന്നാലും അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ നമ്മൾ കേരള ബാങ്ക് പഠിക്കുമ്പോൾ വിശദമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ആക്ടിലേക്ക് പുതിയൊരു ചാപ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കേരള ബാങ്കിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ 10C എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 10C ഇൻസെർട്ട് ചെയ്തത് കേരള ബാങ്കിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ സെക്ഷൻ 14A കേട്ടോ, 14A, അതുപോലെ ചാപ്റ്റർ 10Cയിലാണ് ഈ 74H വരുന്നത്. അപ്പോൾ ആ 74H, അതുപോലെ റൂൾ 28A, ഇതെല്ലാം 2019 അമെൻമെന്റിലൂടെ കൊണ്ടുവന്നതാണ്. നമ്മുടെ കേരള ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരു നിയമസാധ്യത വരുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള അമെൻമെന്റ് ആണ് ഈ പറയുന്ന സെക്ഷൻ 14A നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നു. അതുപോലെ 74H എന്ന് പറയുന്ന പുതുതായിട്ട് കൊണ്ടുവന്നു. അതുപോലെ റൂൾ 28A കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 മാറ്റങ്ങൾ, അതിൽ ഈ ചാപ്റ്റർ 10Cയിലാണ് പുതുതായിട്ട് 74H കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ലോയിൽ പഠിക്കാം. പക്ഷേ എന്നാലും നിങ്ങൾ ഇതിൻ്റെ ഒരു ബേസിക് കണ്ടീഷൻ എന്താണെന്നും അതിൻ്റെ ഒരു ബേസിക് ഹെഡിങ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് സെക്ഷൻ 14A പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദ
ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് DCB ടു കേരള ബാങ്ക്. അപ്പോൾ ഈ പിന്നെ കേരള ബാങ്കിന്റെ രൂപീകരണം എന്ന് പറയുന്നത് 2 ഘട്ടമാണ്. ഒന്ന് എന്ത് ചെയ്യുന്നു, DCBയുടെ എല്ലാം അസറ്റ് ലൈബിലിറ്റികളും എല്ലാം കേരള ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. രണ്ടാമത് എല്ലാ ജില്ലാ സഹകരണ ബാങ്കുകളെയും കേരള ബാങ്കിലേക്ക് അമാൽഗമേറ്റ് ചെയ്യുന്നു, ലയിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കണ്ടീഷൻസ് ആണ് നമ്മുടെ ഏതിനകത്തുള്ളത്, നമ്മുടെ ഈ കേരള ബാങ്കിന്റെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതിൽ 14A പറയുന്നത് എന്താണ്, നമ്മുടെ പിന്നെ ജില്ലാ സഹകരണ ബാങ്കുകളുടെ അസറ്റ് ലൈബിലിറ്റികളും എല്ലാം കേരള ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 74H പറയുന്നത് എന്താണ്, DCBയും അതുപോലെ തന്നെ കേരള ബാങ്കുമായിട്ട് ലയിക്കുന്നതിനുള്ള അമാൽഗമേഷന്റെ കാര്യങ്ങളാണ് ഏതിൽ പറയുക, 74H. ഈക്വലായിട്ടുള്ള ഏകദേശം രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ട് പറയുകയെങ്കിലും ഇത് രണ്ടിന്റെ ഹെഡിങ് നിങ്ങൾ മാറിപ്പോരുത്. 14A എന്താണ്, അസറ്റ് ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും 74H പറയുന്ന അമാൽഗമേഷൻ ഓഫ് DCB ടു കേരള ബാങ്കുമാണ്. അപ്പോൾ 2 പ്രോസസ്സും ഇവിടെ നടന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അസറ്റ് ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്തു, അമാൽഗമേഷൻ നടന്നു, എന്ത് ചെയ്തു, സംയോജിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഒരു നമ്മൾ പറഞ്ഞു 28A പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദി ഫോർമേഷൻ ഓഫ് കേരള ബാങ്ക്. കേരള ബാങ്കിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 28A പറയുന്നത്. അപ്പോൾ സെക്ഷൻ 28A എന്താ പറയുന്നത്, സ്പെഷ്യൽ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദി ഫോർമേഷൻ ഓഫ് കേരള ബാങ്ക് ആണ്. അപ്പോൾ കേരള ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക പ്രൊവിഷൻസ് നമ്മുടെ നിയമത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് റൂൾ 28A അതിലെ അവരുടെ ഓഡിറ്റിന്റെ കാര്യങ്ങളും അതുപോലെ അവരെ നിയന്ത്രിക്കുന്നു, അതുപോലെ ഈ പറയുന്ന അമാൽഗമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ആരൊക്കെയാണ് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സെക്ഷൻ 14A, സെക്ഷൻ 74H, അതുപോലെ റൂൾ 28A. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളണം. ഇത് 3ഉം കേരള ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട നമ്മുടെ ആക്ടിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ആണ്. ഈ 74H എന്ന് പറയുന്ന നമ്മുടെ ഈ 74H എന്ന് പറയുന്ന കേരള ബാങ്കിന്റെ അമാൽഗമേഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് പറയുന്നത് ചാപ്റ്റർ 10C അങ്ങനെ ചാപ്റ്റർ 10C എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും നമ്മുടെ ഈ കേരള ബാങ്കിന്റെ രൂപീകരണമായിട്ട് കൊണ്ടുവന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആലോചിച്ചോളണം. അപ്പോൾ ബാക്കിയുള്ള ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ എന്താണ് ഇതിന്റെ പ്രൊസീജിയറും ഇതെങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലോയിൽ പഠിക്കാം. പക്ഷെ നിങ്ങൾ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഏതാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള 14A അതുപോലെ റൂൾ 28A 74H ഒക്കെ വരുന്ന പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് കൂടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഒരു ജില്ലാ സഹകരണ ബാങ്കുകളെ നമ്മുടെ എന്ത് ചെയ്യണമെങ്കിൽ, അതായത് ഒരു ജില്ലാ സഹകരണ ബാങ്കുകളെ നമ്മുടെ കേരള ബാങ്കുമായിട്ട് ലയിപ്പിക്കണമെങ്കിൽ എല്ലാ ജില്ലാ സഹകരണ ബാങ്കുകളും അവരൊരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇതിനു വേണ്ടിയിട്ട് വിളിച്ചു കൂട്ടുകയും അതുപോലെ അതിൻ്റെ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ്, അതായത് മിയർ മെജോറിറ്റി മതി, ജസ്റ്റ് അബവ് 50% അംഗങ്ങൾ ഈ പറയുന്ന അമാൽഗമേഷന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിരിക്കുകയും വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ. അതായത് ദ DCB മേ ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ഇൻ എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ട്രാൻസ്ഫർ ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ടു ദി ഓഫ് ദി എന്താണ് ഇൻ ഹോൾ ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ അതായത് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് അസറ്റ് ലൈബിലിറ്റികളും എല്ലാം DCBയുടെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവരൊരു എല്ലാ DCBകളും എന്ത് ചെയ്യണം, ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ആ ജനറൽ ബോഡിയുടെ സിമ്പിൾ മെജോറിറ്റിയാണ് കേട്ടോ, 2/3 അല്ല, സിമ്പിൾ മെജോറിറ്റിയോട് കൂടി ആ ഒരു ട്രാൻസ്ഫർ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് അവരെന്ത് ചെയ്യണം, പാസ്സാക്കി എടുക്കണം എന്നുള്ളതുമാണ് പറഞ്ഞത്. അതുപോലെ ഇത്തരത്തിൽ അസറ്റ് ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ എത്ര ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ മതി, 7 ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ മതി എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ നമ്മൾ ഇത്തരത്തിൽ എല്ലാ ജില്ലാ സഹകരണ ബാങ്കുകളെ കേരള ബാങ്കുമായിട്ട് ലയിപ്പിക്കുമ്പോൾ എല്ലാ ജില്ലാ സഹകരണ ബാങ്കുകളുടെ ക്രെഡിറ്റേഴ്സിനും അതുപോലെ ഡെപ്പോസിറ്റേഴ്സിനും ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു. അവരുടെ ഷെയറും അതുപോലെ അവരുടെ ഡെപ്പോസിറ്റും എല്ലാം വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു. ആ ഓപ്ഷൻ കൊടുത്തത് വെറും 30 ദിവസത്തേക്കാണ്. സാധാരണഗതിയിൽ ലൈബിലിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ എത്രയാണ്, 2 മാസത്തെ ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുക അല്ലേ. ഇവിടെയാണെങ്കിൽ വെറും 30 ദിവസത്തെ ഓപ്ഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ 30 ദിവസത്തിനകം അവർക്ക് ഈ അമാൽഗമേഷനുമായിട്ട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഷെയറും അതുപോലെ അവരുടെ ഡെപ്പോസിറ്റും എല്ലാം ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് അവർക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ 3 കണ്ടീഷൻസ് നിങ്ങൾ ആലോചിച്ചോളണം. കേരള ബാങ്കിലേക്ക് നമ്മുടെ ജില്ലാ സഹകരണ ബാങ്കുകളുടെ അസറ്റ് ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് വോട്ട് ചെയ്താൽ മതി, സിമ്പിൾ മെജോറിറ്റി മതി എന്നുള്ളതാണ്. സിമ്പിൾ മെജോറിറ്റിയുടെ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ആ സിമ്പിൾ മെജോറിറ്റി പാസ്സാക്കിയ റെസൊല്യൂഷൻ മതി എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതിന് 7 ദിവസത്തെ നോട്ടീസ്
അയച്ചു കൊടുത്താൽ മതി. അതുപോലെ ഇവരുടെ ഓപ്ഷൻസ് എല്ലാം 30 ദിവസം അല്ലേ, ഇവർക്ക് 30 ദിവസത്തിനകം നിലവിലുള്ള ഈ പിന്നെ ഡെപ്പോസിറ്റേഴ്സിനോ അല്ലെങ്കിൽ മെമ്പേഴ്സിനോ അവരുടെ ഷെയറോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റോ വിഡ്രോ ചെയ്യുന്നതിന് ഓപ്ഷൻ കൊടുത്ത് വെറും 30 ദിവസമാണ് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടുന്നതിന് 15 ദിവസമാണ് കൊടുക്കുന്നത്. അതുപോലെ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു, ഈ ക്രെഡിറ്റേഴ്സിനും ഡെപ്പോസിറ്റേഴ്സിനൊക്കെ ഓപ്ഷൻസ് സാധാരണഗതിയിൽ കൊടുക്കുക 2 months ആണ്. അതുപോലെ ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ചേഞ്ചസിനെല്ലാം സാധാരണഗതിയിൽ നമ്മൾ എത്ര മെജോറിറ്റി ആണ് നമ്മൾ കൊടുക്കുക, ഇത്തരത്തിൽ എന്ത് ചെയ്യണം, ആബ്സല്യൂട്ട് മെജോറിറ്റിയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ സിമ്പിൾ മെജോറിറ്റി മതി എന്നുള്ളതാണ്. 3/2 ഭൂരിപക്ഷമാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ചുകളിലെല്ലാം ജനറൽ ബോഡിയിൽ 3/2 ഭൂരിപക്ഷത്തോടു കൂടി ആയിരിക്കണം റെസൊല്യൂഷൻസ് പാസ്സാക്കേണ്ടത്. പക്ഷേ ഇതിന് എത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സിമ്പിൾ മെജോറിറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് 3ഉം വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരള ബാങ്കിൻ്റെ ഓഡിറ്റുമായി ബന്ധപ്പെട്ടതാണ്. കേരള ബാങ്കിൻ്റെ ഓഡിറ്റ് 2 ഓഡിറ്റുകളാണ് കേരള ബാങ്കിലുള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഓഡിറ്റും. കേരള ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കൈകാര്യം ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതായത് നമ്മുടെ രജിസ്ട്രാറുടെ കീഴിലുള്ള DCയുടെ കീഴിലുള്ള കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ഓഡിറ്റേഴ്സാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ ഫിനാൻഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ 2 ഓഡിറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. അതുപോലെ എന്താണ്, രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ ഡയറക്ഷൻസ് ഇൻ റിലേഷൻ ടു ദി സ്മൂത്ത് അമാൽഗമേഷൻ DC വിത്ത് കേരള ബാങ്ക്. കേരള ബാങ്ക് DCയും തമ്മിലുള്ള ലയനത്തിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഡയറക്ഷൻസ്, പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം ആർക്കുള്ളതാണ്, രജിസ്ട്രാർക്കുള്ളതാണ് എന്നും നമ്മൾ പറഞ്ഞു. അതുപോലെ 2 ഓഡിറ്റ് ഉണ്ട്. ഫിനാൻഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്, നമുക്കറിയാം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരായിരിക്കും. അത് RBI പ്രിസ്ക്രൈബ്ഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവർ ചെയ്യുക. പക്ഷേ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ DCയെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പാനലിൽ ഉൾപ്പെട്ടിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർക്ക് മാത്രമേ കേരള ബാങ്ക് ഓഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ അപ്പെക്സ് സൊസൈറ്റികളുടെ എല്ലാം ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ ലെജിസ്ലേച്ചറിൽ അല്ലേ, നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ നിയമസഭയിൽ വെച്ചിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതും ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ആണ് പറയുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എന്താണ്, ഓഡിറ്റ് റിപ്പോർട്ടും ഇഷ്യൂ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. അപ്പോൾ രജിസ്ട്രാർ തന്നെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എങ്ങനെ ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ ഓഡിറ്റ് മാനുവലുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതുപോലെ എന്താണ്, ഓഡിറ്റ് മെമ്മോറാണ്ടം, ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെ ആയിരിക്കണം ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാവേണ്ടത് എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം രജിസ്ട്രാർ ഫിക്സ് ചെയ്യുന്നു. അത് ആരുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടാണ്, ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതുപോലെ കേരള ബാങ്ക് അവരുടെ ജനറൽ ബോഡിയിലാണ്, നമ്മുടെ എന്താണ്, ജനറൽ ബോഡിയിൽ നിന്നാണ് ഈ DCയെ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പാനലിൽ നിന്ന് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിനെയും അതുപോലെ ഓഡിറ്റിംഗ് ഫേംസിനെയും അവർ തിരഞ്ഞെടുക്കും. ഓഡിറ്റിംഗ് ഫേംസ് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കോപ്പറേറ്റീവ് ഓഡിറ്റിലെ ഡിപ്പാർട്ട്മെന്റിലെ ഓഡിറ്റേഴ്സിനെയും തിരഞ്ഞെടുക്കുന്ന ആരാണ്, കേരള ബാങ്കിൻ്റെ ജനറൽ ബോഡിയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതുപോലെ കേരള ബാങ്കിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായിട്ട് ഇവിടെ വെച്ചിരിക്കണം, നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വെക്കണം. കാര്യം എല്ലാ അപ്പെക്സ് സൊസൈറ്റികളുടെയും ഓഡിറ്റ് റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചിരിക്കണമെന്നുള്ളതാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങിയത് കേരള ബാങ്കിനെ കുറിച്ചാണ്. കേരള ബാങ്കിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. ഇനി ഒരു ഭാഗം കൂടിയുണ്ട് കേരള ബാങ്കുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്, കേരള ബാങ്കിൻ്റെ വിഷൻ എന്താണെന്നുള്ളതാണ്. ഒരു യൂണിവേഴ്സൽ ബാങ്ക് അല്ലേ, നമ്മുടെ സ്റ്റേറ്റിനകത്തും അതുപോലെ സ്റ്റേറ്റിന് പുറത്തും നമ്മുടെ എന്ത് ചെയ്യുക, ഒരു വൈഡ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ സർവീസും എല്ലാ ക്ലാസ് ഓഫ് കമ്മ്യൂണിറ്റിക്കും കൊടുക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള പ്രൊഫഷണലിസോ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ഉള്ള ഒരു ബാങ്കായിട്ട് കേരള ബാങ്കിനെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷനായിട്ട് പറഞ്ഞു. അതുപോലെ കേരള ബാങ്ക് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം മീഡിയം ടൈം സ്ട്രക്ചറിലെ ഏറ്റവും അപ്പെക്സ് ലെവലിലുള്ള ബാങ്കാണെന്ന് പറഞ്ഞു. സെക്ഷൻ 2KA കേരള ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കേരള ബാങ്കിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സുമാണ്. അതുപോലെ നോർമൽ ഓർ അസോസിയേറ്റ് മെമ്പറായിട്ട് അതർ സൊസൈറ്റികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതുപോലെ ദ കീ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ കേരള എന്നറിയപ്പെടുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെയാണ്. അതുപോലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്. 1/7/1966 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ആയത്. അതുപോലെ കേരള ബാങ്ക് രൂപീകരിക്കുമ്പോൾ 2019 നവംബർ 29 13 ജില്ലാ സഹകരണ ബാങ്കുകളെയാണ് നമ്മൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് കേരള ബാങ്ക് രൂപീകരിച്ചത്. ഈ 14 ഡോട്ടുകൾ സൂചിപ്പിക്കുന്ന 14 ജില്ലാ സഹകരണ ബാങ്കുകളെയാണ്. അതുപോലെ കേരള ബാങ്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമാണ്. യഥാർത്ഥത്തിൽ കേരള ബാങ്കിൻ്റെ പേര് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ്. അതുപോലെ മംഗലം കമ്മിറ്റിയും അതുപോലെ റോയൽ കമ്മീഷൻ അഗ്രികൾച്ചർ, ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയൊക്കെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ്
കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് മൂലം തിരുനാൾ രാമവർമ്മ പാസ്സാക്കി. അതിൻ്റെ ഫലമായിട്ട് 1915 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ട് 1916 ജനുവരി 16 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യും. 1943 ഇതിൻ്റെ പേര് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി മാറ്റി. 1954 ഇതിൻ്റെ പേര് വീണ്ടും മാറ്റി എന്ത് ചെയ്തു, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് മാറ്റുകയും 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ കേരളത്തിൻ്റെ ഷോർട്ട് ടൈം മീഡിയം ടൈം സ്ട്രക്ചറിലെ അപ്പെക്സ് ബാങ്കായിട്ട് കേരള ബാങ്ക് വരികയും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് ഉള്ള പേരിലേക്ക് ഇതിനെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. പിന്നീട് മാർച്ച് 1 1966 വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വന്നു. എന്ത് ചെയ്തു, കോപ്പറേറ്റീവ് ബാങ്കുകളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നു. BR ആക്ട് അവർക്കും ആപ്ലിക്കബിൾ ആയി. അതിന്റെ ഭാഗമായിട്ട് BR ആക്ടിൽ പാർട്ട് 5 എന്ന് പറയുന്ന ഒരു ഭാഗം കൂട്ടിച്ചേർക്കുകയും സെക്ഷൻ 56 കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട് BR ആക്ടിൽ കുറേ പരാമർശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തു. അങ്ങനെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിൽ മാർച്ച് 1 മുതൽ വന്നു. അതിനുശേഷം മാർച്ച് 1 കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞില്ല, ജൂലൈ 1 ആയപ്പോഴത്തേക്കും തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ബിക്കം ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് മാറി. 1969 നമ്മൾ മ്യൂച്വൽ അറേഞ്ച്മെന്റ് സ്കീം ഇന്റർ ബാങ്ക് സെറ്റിൽമെന്റ് ചെക്കും ഡ്രാഫ്റ്റും ഒക്കെ കളക്ട് ചെയ്യുന്നതിനും അത് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംവിധാനം ഏർപ്പെടുത്തി. 1972 ബാങ്കിങ് ലൈസൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്കിങ് ലൈസൻസ് കേരള ബാങ്കിന് ലഭിക്കുകയുണ്ടായി. 2017 എന്താ സംഭവിച്ചത്, നമ്മുടെ ശ്രീറാം കമ്മിറ്റി അല്ലെങ്കിൽ എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ കേരള ബാങ്ക് റിപ്പോർട്ട് വരുന്നു. അതുപോലെ നമുക്ക് 2018 ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി ഓൺ കേരള ബാങ്ക് രവീന്ദ്രനാഥ് കമ്മിറ്റി വരുന്നു. അതുപോലെ 2019 എന്ത് സംഭവിക്കുന്നു, DCBയുടെ അസറ്റ് ലൈബിലിറ്റികളുമെല്ലാം കേരള ബാങ്കിലേക്ക് മാറ്റുന്നു. 29/11/2019 വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ട് ഉള്ള നമ്മുടെ കേരള ബാങ്ക് രൂപീകരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നത് എന്താണ്, ബൈലോയിൽ അതായത് കേരള ബാങ്ക് എന്ന് 29/11/2019 പുനർനാമകരണം ചെയ്തു അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം വന്നു എങ്കിലും കേരള ബാങ്കിന്റെ ബൈല അമെൻമെന്റ് അത് സംബന്ധിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. ബൈല അമെൻമെന്റ് വന്നത് 20/1/2020 2023 ജനുവരി 12 മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കൂടി കേരള ബാങ്കുമായിട്ട് ലയിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബാങ്കിന്റെ നാൾ വഴിയായിട്ട് നമുക്ക് പറയാൻ കഴിയുക അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞത് കേരള ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഇത് കോപ്പ് ബാങ്ക് ടവർ ആണ്, തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു. അതുപോലെ ഇതിന്റെ കോർപ്പറേറ്റ് ഓഫീസ് എന്ന് പറയുന്നത് എറണാകുളത്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞത് കേരള ബാങ്കിന്റെ A ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയും അർബൻ ബാങ്ക്സും ആണ്. അതിനോടൊപ്പം സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട് അവരുടെ മെമ്പറായിട്ട്. അതുപോലെ ഇവരുടെ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറായിട്ട് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ്, കേരളത്തിലുള്ള മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. അതുപോലെ കേരള ബാങ്ക് തന്നെയാണ് കേരളത്തിലുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഫിനാൻസിംഗ് ബാങ്കായിട്ട് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ കേരള ബാങ്കിന് ഒരു പ്രത്യേകതയുള്ളത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർക്ക് കേരള ബാങ്കിന്റെ ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ കേരള ബാങ്കിൽ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് ഇല്ല അല്ലേ, അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മുടെ കേരള ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആക്ടിൽ പുതുതായിട്ട് ഇൻസെർട്ട് ചെയ്തിട്ടുള്ള ചില സെക്ഷൻസ് ആണ്. സെക്ഷൻ 14A, അതുപോലെ ചാപ്റ്റർ 10C, അതായത് സെക്ഷൻ 74H, അതുപോലെ റൂൾ 28A, ഇത്രയും കാര്യങ്ങൾ 2019 KCS അമെൻമെന്റ്, അതായത് നമ്മുടെ കേരള ബാങ്ക് രൂപീകരണത്തിന് നിയമസാധ്യത കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിയമത്തിൽ വരുത്തിയിട്ടുള്ള അമെൻമെന്റ്സുകളാണെന്ന് പറഞ്ഞു. അതിൽ സെക്ഷൻ 14A പറയുന്നത് എന്താണ്, ട്രാൻസ്ഫർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് DCB ടു കേരള ബാങ്ക് ആണെങ്കിൽ നമ്മുടെ എന്താണ് 74H പറയുന്നത് അമാൽഗമേഷൻ ഓഫ് DCB ടു കേരള ബാങ്ക് ആണ്. ഇത് രണ്ട് കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോളാം. എന്നാൽ 28A പറയുന്നത് എന്താണ്, കേരള ബാങ്കിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള ബാങ്കുമായിട്ട് കേരള ബാങ്കിലേക്ക് അവരുടെ അസറ്റും ലൈബിലിറ്റികളും എല്ലാം ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജില്ലാ സഹകരണ ബാങ്കുകൾ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. അവിടെ സിമ്പിൾ മെജോറിറ്റിയോട് കൂടി മതി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം ആ റെസൊല്യൂഷൻ എന്ത് ചെയ്തിരിക്കണം, ആ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ അവർക്ക് അസറ്റ് ലൈബിലിറ്റികളും എല്ലാം കേരള ബാങ്കിലോട്ട് മാറ്റാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു മീറ്റിംഗ്, ഈ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുന്നതിന് 7 ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ മതി. അതുപോലെ ഈ പറയുന്ന ട്രാൻസ്ഫർ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റിക്ക് ഓപ്ഷനായിട്ട് കൊടുത്ത 30 ദിവസമാണ് എന്നുള്ളതാണ്. ഈ മെമ്പേഴ്സിനും അതുപോലെ ഡെപ്പോസിറ്റേഴ്സിനും എല്ലാം അവരുടെ ഷെയറും അവരുടെ ഡെപ്പോസിറ്റും എല്ലാം വിഡ്രോ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ 30 ദിവസം കൊടുത്തതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, രജിസ്ട്രാറാണ് ഈ പറയുന്ന അമാൽഗമേഷൻ DCBയും അതുപോലെ കേരള ബാങ്കുമായിട്ടുള്ള അമാൽഗമേഷന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നതെന്നും പറഞ്ഞു. അതുപോലെ എന്താണ്, കേരള ബാങ്കിൽ 2 ആഡിറ്റാണ് ഉള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്, അതായത് അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടതും ഭരണസമിതിയുടെ
തീരുമാനങ്ങളും ബാക്കിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് എല്ലാം ഓഡിറ്റ് ചെയ്യുന്ന കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിനെ അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് DC അപ്രൂവ് ചെയ്ത ഒരു പാനലിൽ നിന്നാണ്. അത് എന്ത് ചെയ്യുന്നു, അങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണുള്ളത്. ഫിനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന പ്രധാനമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരാണ്. അത് എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർക്കും പറ്റില്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേംസ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കണം, DCയുടെ പാനൽ ഉൾക്കൊള്ളുകയും ആ DCയുടെ പാനലിൽ നിന്ന് ജനറൽ ബോഡി അവരെ സെലക്ട് ചെയ്യുകയും വേണം എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ ആ ഓഡിറ്റ് റിപ്പോർട്ടും രജിസ്ട്രാറാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നും അതുപോലെ അത് ഗവൺമെന്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് രജിസ്ട്രാറാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിന്റെ ഗൈഡ് ലൈൻസും അതുപോലെ മെമ്മോറാണ്ടോ ഇഷ്യൂ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ എന്താണ് നമ്മൾ പറഞ്ഞത്, ദ ജനറൽ ബോഡി ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വിൽ അപ്പോയിന്റ് ദി ഓഡിറ്റർ അല്ലേ. ജനറൽ ബോഡിയാണ്, അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ജനറൽ ബോഡിയാണ് ഈ 2 ഓഡിറ്റർമാരെ അപ്പോയിന്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അത് DCയെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പാനലിൽ നിന്നാണ് ഇവർ രണ്ടുപേരെയും ചൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ഒരു ഭാഗം കൂടിയുണ്ട്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമാണിത്. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, കേരള ബാങ്കിനെ കുറിച്ച് അറിയുക. കാര്യം കേരള ബാങ്കിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാരണം കേരള ബാങ്കിന്റെ പരീക്ഷയാണല്ലോ നമ്മൾ എഴുതാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഡ്രീം ബിഗ്, വർക്ക് ഹാർഡ്. അപ്പോൾ നമ്മൾ വലുതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുക, നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. കാര്യം അറിയാമല്ലോ, നമുക്ക് ഒരുപാട് വേക്കൻസികൾ, ഒരുപാട് അവസരങ്ങളാണ് ഈ 2024 നിങ്ങളെ കാത്തിരിക്കുന്നത്. നമുക്ക് എന്ത് വരുന്നു, കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഉണ്ട്, കേരള ബാങ്കിൽ 1000-ഓളം ഒഴിവുകൾ വരുന്നു. അതിനോടൊപ്പം ഏത് വരുന്നു, നമ്മുടെ എക്സാമിനേഷൻ ബോർഡിന്റെ ഒഴിവുകളും വരുന്നു. അപ്പോൾ നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ടും ഈ മേഖലയിൽ ഈ വർഷം നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും. നമുക്ക് ആശങ്ക ഒന്നും വേണ്ട. കൃത്യമായി പഠിച്ച് കൃത്യമായിട്ട് ചിട്ടയോട് നമ്മൾ പറയുന്ന സ്ട്രാറ്റജി കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്യുകയും നമ്മൾ പറയുന്നത് പോലെ പരീക്ഷ എഴുതി നമ്മുടെ പേഴ്സണൽ മെന്റേഴ്സ് പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയും അതിനോടൊപ്പം നമ്മുടെ ലൈവ് ക്ലാസ്സുകളും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. പിന്നെ നമ്മുടെ ഡെയിലി എക്സാം, വീക്ക്ലി എക്സാം, മന്ത്ലി എക്സാം, വീക്കെൻഡ് ട്രോഫി എക്സാം, ഇതെല്ലാം കൃത്യമായിട്ട് എഴുതുക. കൃത്യമായിട്ട് എഴുതിയാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും കേട്ടോ. അപ്പോൾ അത് പേടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ നന്നായിട്ട് ഇനി നെക്സ്റ്റ് വരുന്ന ഒരു 7 മന്ത്സ് അല്ലേ, 6 to 7 മന്ത്സ് നിങ്ങൾ നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഹാർഡ് വർക്ക് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നന്നായിട്ട് സന്തോഷത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. അപ്പോൾ അതിന് സഹായ റൈസ് പ്ലസ് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് അടുത്ത ഇതിന്റെ പാർട്ടിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.